തൃശൂർ പ്രസ് ക്ലബ് റോഡിന് സമീപം കെട്ടിടത്തിന് തീപിടിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ബഹുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് തീപിടിച്ചത്. ഗ്യാസ് സിലിണ്ടറിന്റെ ജനറേറ്റർ ഉള്ളത് ആശങ്കയേറ്റുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എങ്ങനെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ? നീലിമ, ഈ തൃശൂർ പ്രസ് ക്ലബ്ബ് റോഡിന് സമീപത്തുള്ള ബഹുനില കെട്ടിടത്തിലാണ് അല്പം മുമ്പ് തീ പടർന്നിട്ടുള്ളത്. അതായത് ബഹുനില കെട്ടിടത്തിന്റെ അടിയിൽ പാർക്കിങ്ങിന് സമീപമാണ് ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിനുള്ളിൽ വെളിച്ചമില്ല. അതിനൊപ്പം തന്നെ നിരവധി ഇരുചക്ര വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ അടിഭാഗത്ത് ഒരു ഭാഗത്തായിട്ട് ചവർ, അതായത് വേസ്റ്റ് കൂട്ടിയിട്ടിരുന്നു. ആ വേസ്റ്റിന് തീ പിടിച്ചാണ് ഇതുപോലെ ഒരു വലിയൊരു തീപിടുത്തം ഇതിനുള്ളിലുണ്ടായത്. അത് മാത്രമല്ല, ഈ കെട്ടിടത്തിന്റെ അടിഭാഗമായതിനാൽ തന്നെ ഈ വെളിച്ചമോ അല്ലെങ്കിൽ തന്നെ മറ്റേ വായു സഞ്ചാരമോ കടക്കാനായിട്ട് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ് ഈ തീപിടുത്തം. അതായത് വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. വലിയൊരു പുക ഇതിനുള്ളിൽ നിന്ന്, ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിയ രീതിയിൽ പുക വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഉള്ളിൽ പരിശോധന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ആശങ്കയായി മാറിയത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ, അവിടെ ഈ തീപിടുത്തം ഉണ്ടായതിന് സമീപം നിരവധി ഗ്യാസ് സിലിണ്ടറുകളും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ ഗ്യാസ് സിലിണ്ടറുകൾ പുറത്തേക്ക് മാറ്റി. തുടർന്ന് ഈ തീപിടുത്തം ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള മേഖലയിൽ തീ അണയ്ക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഗ്യാസ് സിലിണ്ടർ മാറ്റുന്നു. പിന്നീട് ഈ തീ പടരാനായിട്ട് സാധ്യതയുള്ള പ്രദേശത്തെ ചവറുകളടക്കം അല്ലെങ്കിൽ വേസ്റ്റുകളടക്കം നീക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. അഗ്നിരക്ഷാ സേനയുടെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉള്ളിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം തീ പരമാവധി പിടിച്ചു. അത് നിയന്ത്രണ വിധേയമാണ് എന്നാണ് സാനു കെ സജീവ് തൃശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.